ഡെഡിക്കേഷൻ്റെ ഒരു കാര്യം പറഞ്ഞത് അങ്ങനെ വെച്ചാൽ എനിക്ക് ഇന്ന് ഇന്റർവ്യൂവിന്റെ മെയിൽ വന്നു, നാളെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന്. ചെന്നൈയിൽ ടെക്നോ പാർക്കിൽ HCL. അപ്പൊ തന്നെ ആ സ്പോട്ടിൽ തന്നെ ഞാൻ അന്ന് ആ ദിവസം തന്നെ ബസ് ബുക്ക് ചെയ്ത് ചെന്നൈ പോകാൻ ഞാൻ റെഡി ആയിരുന്നു. അവിടെ ചെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ റെഡി ആയിരുന്നു. ഇപ്പൊ ഓൺലൈൻ ഇന്റർവ്യൂ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് സ്റ്റുഡൻസ് ഒക്കെ മെയിൻ ആയിട്ട് ഇപ്പൊ പ്ലേസ്മെന്റ് എന്നൊക്കെ വിചാരിക്കുമ്പോൾ വരുന്നത്. പക്ഷെ നമ്മൾ ഈ ഇന്നൊരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡിയാണ്. ആ ഒരു ഡെഡിക്കേഷൻ നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തന്നെ കിട്ടും. അപ്പൊ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഡെഡിക്കേഷനും കൂടി ഈ ഒരു കാര്യത്തിൽ കാണിക്കണം, അത്രമാത്രം. ഹായ്, ഞാൻ യദുകൃഷ്ണ, കണ്ണൂർ ആലക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വരുന്നത്. യദു SAP കഴിഞ്ഞ് ഇപ്പോൾ ഒരു ടോപ്പ് MNCയിൽ പ്ലേസ്ഡ് ആയിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു ജേണി? അതുപോലെ എങ്ങനെയാണ് EMEയിൽ എത്തിയത്? ഡിഗ്രിക്ക് ശേഷം ഫാമിലി സിറ്റുവേഷനൊക്കെ കാരണം എനിക്കൊരു ജോബ് മാക്സിമം ഒരു 1 ഇയർ കൊണ്ട് തന്നെ സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ BComന് ശേഷം ഞാനും എൻ്റെ സുഹൃത്തും ജോബ് ഓറിയൻറ്റഡായിട്ടുള്ള പല കോഴ്സുകളെ പറ്റി അന്വേഷിച്ചു. അങ്ങനെയാണ് SAPയെ കണ്ടെത്തുന്നതും അത് പഠിക്കാനുള്ളൊരു ബെറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നുള്ളതായിരുന്നു കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പിന്നീട് ഞങ്ങളുടെ ഒരു ശ്രമം. അപ്പോൾ അത് എത്തിച്ചേർന്നത് EMEയിലേക്കായിരുന്നു. EMEയിൽ എത്തിയതിനു ശേഷം ഇവിടുത്തെ ട്രെയിനേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മാനേജ്മെന്റ് ആണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഇന്റർവ്യൂവിലേക്ക് എത്താനും അല്ലെങ്കിൽ ഇന്റർവ്യൂ പാസ്സാവാനും. ഇവിടെ നിന്ന് എന്തൊക്കെ സപ്പോർട്ടാണ് ലഭിച്ചിട്ടുള്ളത്? ഞാൻ EMEയിൽ വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചതിനും അപ്പുറമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്തത് അവർ. അപ്പോൾ മെയിനായിട്ട് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ സെഷൻസ് ആയാലും ഇൻ്റർവ്യൂ സെഷൻസ് ആയാലും മോക്ക് ഇൻ്റർവ്യൂസ് ആയാലും എനിക്ക് എന്നെ തന്നെ വാല്യുവേറ്റ് ചെയ്യാൻ വളരെയധികം സാധിച്ചിട്ടുണ്ട്. EMEയിൽ എത്തിയതിനു ശേഷം യദു ആഗ്രഹിച്ച പോലെ ആ ഒരു ടൈം പീരീഡിൽ തന്നെ യദുവിന് ജോലി നേടാൻ സാധിച്ചിട്ടുണ്ട്. കാരണം മാക്സിമം 1 ഇയർ കൊണ്ട് തന്നെ ഒരു ജോബ് സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. EMEയിൽ എത്തിയതിന് ശേഷം ഒരു 6 മാസത്തിന് ശേഷം ഈ കോഴ്സിന് ശേഷം ഒരു ജോബ് എനിക്ക് കിട്ടിയതായിരുന്നു. പക്ഷെ അത് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടും കൂടി നല്ലൊരു MNCയിൽ തന്നെ എനിക്കൊരു 1 ഇയർ ആകുമ്പോൾ തന്നെ ജോലി കിട്ടി. ഓക്കെ, ഇപ്പോൾ യദുവിനെ പോലെ EMEയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ SAP എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് അവരോട് എന്താണ് യദുവിന് പറയാനുള്ളത്? EMEയിലൂടെ നല്ല ഓപ്പർച്യൂണിറ്റി അവർക്ക് ലഭിക്കും. കാരണം SAP എന്ന് പറയുന്ന ഒരു വൈഡ് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സ്പേസ് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ട്രെയിനേഴ്സിൻ്റെയും ഫാക്കൽറ്റീസിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും സപ്പോർട്ടോടുകൂടി തന്നെ നല്ലൊരു ജോബ് കരിയർ അവർക്ക് ബിൽഡപ്പ് ചെയ്യാനുള്ള കഴിയുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്.